രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ചിത്തിരപുരത്തെ മിസ്റ്റി വണ്ടേഴ്സ് എന്ന റിസോർട്ടാണ് ഈ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തികളിൽ അപാകത കാണാൻ കഴിയും. കാരണം വലിയ തോതിൽ മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ പടുതയിട്ട് മൂടിയിരിക്കുന്ന ഭാഗത്താണ് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായത്. അതിന് താഴെ നിന്ന് നിർമ്മാണ ജോലികൾ ചെയ്യുകയായിരുന്ന ആനച്ചാൽ സ്വദേശി രാജീവൻ, അതുപോലെ തന്നെ ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മണ്ണിനടിയിൽപ്പെട്ടത്. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന JCB ഉപയോഗിച്ച് മണ്ണ് മാന്തി അവരുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തി നടത്താൻ ഇവിടെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ജനുവരി മാസം ഈ റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞുകൊണ്ട് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അത് മറികടന്നുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഇവിടെ നടന്നിരുന്നത്. അതായത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാം. മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ റവന്യൂ വകുപ്പിന്റെ ഒരു പരിശോധനയും ഇവിടെ നടന്നിരുന്നു. അപ്പോഴും ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടായിരുന്നു. അത് പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിലും അത് യാതൊരു തരത്തിലും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്ത് മാറ്റി താഴെ ഒരു താഴ്ചയിലേക്കാണ് കൊണ്ടിടുന്നത്. അത് മണ്ണ് എടുത്തിരിക്കുന്നത് JCB കൊണ്ട് എടുത്തിരിക്കുന്നു. അതിനുശേഷം ടിപ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ JCB കൊണ്ട് തന്നെ ഈ മണ്ണ് ഈ താഴ്ചയിലേക്ക് ഊർത്തിയിടുകയായിരുന്നു. ഇതിന് തൊട്ട് താഴെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. മാത്രമല്ല, ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, മറ്റ് റിസോർട്ടുകളും ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇവിടുന്ന് ഒരു മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മണ്ണൂർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഈ റിസോർട്ടിൻ്റെ തന്നെ മറ്റൊരു കെട്ടിടത്തിലാണ്. അതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കെട്ടിടം പണിയുന്നതിനും ഇവിടെ ഒരു തരത്തിലുള്ള അനുമതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് മുകളിൽ കാണുന്ന ഈ പടുതയിട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗത്തിന് മുകളിലിരിക്കുന്ന കെട്ടിടം, അത് 2 വർഷത്തിന് മുൻപ് നിർമ്മിച്ച കെട്ടിടമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഏത് നിമിഷവും താഴേക്ക് പതിച്ച് വലിയൊരു അപകടം, വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സംരക്ഷണ ഭിത്തി ഇല്ല. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി മണ്ണെടുത്ത് മാറ്റിയതാണ്. നിലവിൽ സംരക്ഷണ ഭിത്തി ഇല്ലാതെ ലൂസ് മണ്ണാണ്. അതെപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴേക്ക് പതിക്കാം. അത് ആ കെട്ടിടത്തോടു കൂടി താഴേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അത് താഴേക്കുള്ള ആളുകളെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം റവന്യൂ വകുപ്പിന്റെ വീഴ്ച തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ റവന്യൂ വകുപ്പിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഈ റിസോർട്ടിൽ നിന്ന് 250 മീറ്റർ മാത്രം മാറിയാണ് പള്ളിവാസൽ വില്ലേജ് ഓഫീസ് ഉള്ളത്. അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അല്ലാത്ത കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ ജോലികൾ നടന്നിരുന്നു. ഈ ഘട്ടത്തിലൊന്നും ഒരു വിധത്തിലുള്ള പരിശോധനയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. മാത്രമല്ല, റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തിരുന്ന ഈ റിസോർട്ട് തുറന്ന് അനധികൃതമായി അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് നിയമ നടപടി എടുക്കാനുള്ള ഒരു ബാധ്യത കൂടി റവന്യൂ വകുപ്പിനുള്ളതാണ്. അതും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ഈ റിസോർട്ടിന്റെ സൂപ്പർവൈസറായിട്ടുള്ള സെബി എന്ന് പറയുന്ന ആളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ഷെറിൻ എന്ന് പറയുന്ന ആൾക്കെതിരെയും കേസെടുക്കും. നിയമ നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ റവന്യൂ വകുപ്പിന്റെ അനാസ്ഥയിൽ 2 ജീവൻ പൊലിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളും ഇവിടെ നടന്നിരുന്നു എങ്കിൽ ഈ അപകടം ഒഴിവാക്കാവുന്നതായിരുന്നു. ഇനിയും സമാനമായ രീതിയിൽ ഈ പ്രദേശങ്ങളിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ തടയുന്നതിനുള്ള നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ചിത്തിരപുരം.